ഹലോ. എല്ലാവർക്കും ക്രെഡിറ്റ് സ്പ്രെഡുകളൊക്കെ മനസ്സിലായിരുന്നോ ക്ലാസ്സിൽ? ഓക്കെ. അപ്പോ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ ക്രെഡിറ്റ് സ്പ്രെഡ് വെച്ചിട്ട് നമ്മൾ ഏത് ഓപ്ഷൻസ് ആണ് സെല് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് ബൈ ചെയ്യുക? നമുക്ക് അതൊന്ന് ടോട്ടലി ഒന്ന് റിവൈസ് ചെയ്തിട്ട് അതിന്റെ എക്സിക്യൂഷൻ പാർട്സിലേക്ക് കിടക്കാം. ഏത് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യുക? നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ് എന്ന് വിചാരിച്ചു. ആർക്കും അറിയില്ല? നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ, നിഫ്റ്റി ഇപ്പൊ മുകളിലേക്ക് പോകുന്നതാണ് നമ്മുടെ വ്യൂ എങ്കിൽ, നമ്മൾ ഏത് ഓപ്ഷനാണ് സെല് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്? ടീന, പുട്ട് അല്ലെ? ഓക്കെ. അപ്പൊ പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യോ സെല് ചെയ്യോ? പല ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ തോന്നുന്നു. പഠിച്ചത് മറന്നു പോയതുകൊണ്ടാണോ, അതോ? പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. പുട്ട് ഓപ്ഷൻ ബൈ അല്ല, പുട്ട് ഓപ്ഷൻ സെല്ലാണ് ചെയ്യുക അല്ലെ? പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താൽ മാർക്കറ്റ് നമ്മളുടെ വ്യൂ ബയറിഷ് ആണ്. അപ്പൊ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ലാണ് ചെയ്യുക അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് മൊത്തത്തിലൊന്ന് ആദ്യം ഒന്ന് കവർ ചെയ്യാം. ആ ഡെബിറ്റ് സ്പ്രെഡ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്പ്രെഡ്സ് എന്ന് പറയുന്നത് മൊത്തത്തിലൊന്ന് കവർ ചെയ്യാം അല്ലെ? നമ്മൾ ഓൾറെഡി ഇത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ഹെഡ്ജിങ്ങും? ഈ മൂന്ന് ടേംസുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ ബൈ ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് വളരെ കുറവാണ്. കാരണം എന്താ? നമ്മൾ പഠിച്ചു, മാർക്കറ്റ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ, ഒരു ഡയറക്ഷനിലേക്ക് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന ഓപ്ഷനാണ് കോൾ ഓപ്ഷൻ അല്ലെ? സ്പീഡിൽ മുകളിലേക്ക് പോയാൽ, അതായത് സ്ലോവിൽ മുകളിലേക്ക് പോകാൻ തോറും നമുക്ക് ഒരു പക്ഷെ പ്രോഫിറ്റ് വളരെ കുറയും. വളരെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നഷ്ടവും വരാം. അപ്പോ അതുകൊണ്ട് തന്നെ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ജനറലി ഓപ്ഷൻ ബൈയിങ്ങിൽ വളരെ ലോ ആണ്. അതുപോലെ തന്നെ റിസ്ക് എപ്പോഴും ലിമിറ്റഡ് ആണ്. നമ്മൾ ആദ്യം കെട്ടിവെക്കുന്ന പ്രീമിയം, അത് തന്നെയാണ് നമ്മളുടെ റിസ്ക്. ഓക്കെ. പക്ഷെ മാർജിനും അതുപോലെ തന്നെ മാർജിനും കുറവാണ്. ഒരുപാട് ആൾക്കാർ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? കുറവ് പൈസക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഏകദേശം ഒരു 10,000, 12,000 അല്ലെങ്കിൽ 15,000 രൂപ ഉണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ലോട്ട് ബൈ ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് വളരെ ഹൈ ആണ്. കാരണം എന്താ? ഈ ഓപ്ഷൻ ബൈയറുടെ പ്രോബബിലിറ്റിയുടെ നേരെ റിവേഴ്സ് ആണ് സെല്ലിങ്ങിലുള്ളത് അല്ലെ? ഇപ്പൊ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ നമ്മൾ വിജയിക്കണമെങ്കിൽ മാർക്കറ്റ് നല്ല സ്പീഡിൽ മുകളിലേക്ക് പോകണം, നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് പോകണം. പക്ഷെ ജനറലി മാർക്കറ്റ് 66 അല്ലെങ്കിൽ 70% ഓഫ് ദ ടൈം മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാണെന്നാണ് പറയുന്നത്. 33% ഓഫ് ദ ടൈം മാത്രമാണ് മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്നുള്ളൂ, സ്പീഡിൽ മൂവ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ സമയം മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോ ഈ കൺസോൾഡേറ്റ് ചെയ്യുന്നത് കൂടുതലായതുകൊണ്ട് തന്നെ ജനറലി നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബയർക്ക് എതിരാണ്, ഓപ്ഷൻ സെല്ലർക്ക് അനുകൂലമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ അതിൽ നമുക്ക് നല്ല മൊമെന്റത്തിൽ മാർക്കറ്റ് പോണ ആ ഒരു ടൈം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ബയർക്ക് ഫേവർ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് വളരെ ഹൈ ആണ്. കാരണം മാർക്കറ്റ് എങ്ങോട്ടും പോയില്ലെങ്കിലും പൈസ കിട്ടും, മാർക്കറ്റ് അവിടെ തന്നെ നിന്നാലും പൈസ കിട്ടും. പക്ഷെ എന്താണ് പ്രശ്നം? സെല്ലിങ്ങിന്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണ്? സെല്ല് ചെയ്യണമെങ്കിൽ അൺലിമിറ്റഡ് ലോസിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വലിയൊരു മാർജിൻ എക്സ്ചേഞ്ച് പിടിച്ചു വെക്കും. അതായത് 1.5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം 1.5 ലക്ഷം മിനിമം നമുക്ക് മാക്സിമം നമുക്ക് ലോസ് വരാനുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു എമൗണ്ട് ബയ്യർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ നിന്ന് പിടിച്ചു വെക്കും. അതായത് നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് എ അൺലിമിറ്റഡ് റിസ്ക്. അതായത് ഓപ്ഷൻ ബയർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉള്ളത് പോലെ തന്നെ ഓപ്ഷൻ സെല്ലർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർജിനും എക്സ്ചേഞ്ച് ഹൈ ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഓപ്ഷൻ ബൈങ്ങിലെ നെഗറ്റീവ്സും ഓപ്ഷൻ സെല്ലിങ്ങിലെ നെഗറ്റീവ്സും മാക്സിമം റിമൂവ് ചെയ്തുകൊണ്ട് ഇതിലെ പോസിറ്റീവ്സ് രണ്ടും കിട്ടുന്ന ഒരു പരിപാടിയാണ് ഓപ്ഷൻ ഹെഡ്ജിങ്. അതായത് ഓപ്ഷൻ ഹെഡ്ജിങ്ങിൽ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഹൈ ആണ്,
എസ്പെഷ്യലി വെൻ കമ്പയർ ടു ഓപ്ഷൻ ബൈയിങ്. ബൈ ചെയ്യുന്നതിനേക്കാളും ഓപ്ഷൻ സെല്ലിങ്ങിൽ പ്രോബബിലിറ്റി ഹൈ ആണ്. കാരണം മാർക്കറ്റ് സ്പീഡിൽ പോകണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യണ പോലെയാണ്, അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യണ പോലെയാണ്. മാർക്കറ്റ് സ്ലോവിൽ പോയാലും കുറച്ച് പോയാൽ മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷനിൽ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും എന്നതുപോലെയാണ്. ഇനി റിസ്ക് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ ഓപ്ഷൻ സെല്ലിങ്ങിലെ ഈ ഡിസഡ്വാൻറ്റേജ് അതിന് പകരം ഓപ്ഷൻ ബൈയിങ്ങിലെ അഡ്വാൻറ്റേജ് ആയി മാറുകയാണ്. അതായത് സാധാരണ എനിക്ക് ഓപ്ഷൻ ഹെഡ്ജ് ചെയ്യണമെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ ബൈയിങ്ങിനേക്കാൾ കൂടുതൽ വേണമെങ്കിലും ആ റിസ്ക് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. അതായത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എത്ര ലോസ് മാക്സിമം വന്നേക്കാം. നിഫ്റ്റി 3%, 5% നാളെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായാലും നമുക്ക് അവിടെ കാണുന്ന മാക്സിമം ലിമിറ്റ് ലോസ് മാത്രമേ വരുള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കത് കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളത് ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ലോട്ടിന് നമുക്കൊരു 1500, 2000 രൂപയിൽ നമുക്ക് ആ ലോസിനെ ഒതുക്കിയിട്ട് ചെയ്യാം. അതിൽ കൂടുതൽ ഒരിക്കലും ലോസ് വരാത്ത തരത്തിൽ നമുക്ക് ചെയ്യാം. ഇനി മാർജിൻ, ഓപ്ഷൻ സെല്ലിങ്ങിന് ഹൈ മാർജിൻ വേണം, പക്ഷെ ഓപ്ഷൻ ഹെഡ്ജിങ്ങിന് നമുക്ക് ലോ മാർജിൻ മതി. കാരണം എന്താണ്, ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സെല്ല് ചെയ്യുന്നു, ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെ നമ്മൾ തന്നെ ബൈ ചെയ്യുന്നു. അതുകൊണ്ട് മാർക്കറ്റിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ലോസേ ഉള്ളൂ, പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലോസേ ഉള്ളത് കൊണ്ട് എക്സ്ചേഞ്ച് വളരെ കുറവ് മാർജിൻ മാത്രമാണ് പിടിച്ചു വയ്ക്കുക. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പ്രോസസ്സ്, ഇപ്പൊ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം നമുക്കൊരു സെല്ലറുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം. അതായത് കോള് ബൈ ചെയ്യുന്നതിന് പകരം നമ്മൾ പുട്ട് സെല് ചെയ്യാം, അതുപോലെ തന്നെ പുട്ട് ബൈ ചെയ്യുന്നതിന് പകരം നമ്മൾ കോള് സെല് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നത്തെ നിഫ്റ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ ഒരു സിറ്റുവേഷൻ, ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു സിനാറിയോയിൽ നമുക്ക് എങ്ങനെ സെല് ചെയ്യാന്നുള്ളത് നമുക്ക് ഫോക്കസ് ചെയ്യാം, അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പതിവ് പോലെ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇപ്പൊ നിഫ്റ്റി നിൽക്കുന്നത്? നിഫ്റ്റി ഈ വൺ ഡേയുടെ ചാർട്ടിൽ തന്നെ നമുക്കറിയാം, അല്ലെ? നിഫ്റ്റി ഇന്ന് വലിയ മൂവ്മെന്റ് ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. ആക്ച്വലി ഒരു സിമ്മട്രിക്കൽ ട്രയാങ്കിൾ ആണ് അവിടെ കാണാൻ പറ്റുന്നത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വൺ ഡേയുടെ ചാർട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് അത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 1 hourൽ പോയി നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസുകൾ, യെസ്റ്റർഡേസ് ഹൈ ആൻഡ് ലോ തന്നെയാണ് ഏറ്റവും തൊട്ടടുത്തുള്ള മേജർ ഹൈസ് ആൻഡ് ലോസ്, അല്ലെ? അതൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഈ കോൺട്രാക്ഷൻ മാർക്കറ്റ് കാണണമെങ്കിൽ, ഇത് സൂം ചെയ്ത് കാണണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു 1 hour ചാർട്ടിലേക്ക് 1 hour ചാർട്ട്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ലോവർ ഹൈസും ഹയർ ലോസുമായിട്ട് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോ ഇതിനുള്ളിൽ വലിയ മൂവ്മെന്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ, അവിടെയൊക്കെ നമുക്ക് കൂടുതൽ റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഓപ്ഷൻ സെല് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അതായത് മാർക്കറ്റ് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, മാർക്കറ്റിൽ പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലാത്ത സമയത്ത്, ഗ്ലോബൽ മാർക്കറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം ഒരു 0.40% അല്ലെങ്കിൽ 0.20%, അതായത് 0.5% കുറവൊക്കെ മിക്ക ഗ്ലോബൽ ഇൻഡെക്സുകളും കണ്ടുവരുന്ന സമയത്ത്, പ്രത്യേകിച്ച് എക്കണോമിക് ന്യൂസുകളൊന്നും റിലീസ് ആവാനില്ലാത്ത സമയത്ത്, ഇതുപോലുള്ള സമയത്തൊക്കെ ഓപ്ഷൻ സെല്ല് ചെയ്യണതാണ് ബെറ്റർ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോ തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അത് 1 hourലായാലും മതി, 30 minutesലായാലും മതി, അല്ലെ? ഇപ്പൊ 30 minutesലാണെങ്കിൽ കുറച്ചും കൂടി അത് നമ്മളുടെ സ്ക്രീനിന്റെ സൈസ് അനുസരിച്ച്, ഇപ്പൊ മൊബൈലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 hour എടുക്കേണ്ടി വരും. സ്ക്രീൻ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് 1 hour ആയിരിക്കും ബെറ്റർ. കുറച്ചുകൂടി വലുപ്പമുണ്ടെങ്കിൽ നമുക്ക് 30 minutes ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഏരിയ കാണാൻ പറ്റും. ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ട്. അതിന് താഴെയുള്ളൊരു സപ്പോർട്ടും കൂടി മാർക്ക് ചെയ്യാം, കാരണം ഇന്ന് ഇവിടേക്കും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരുപക്ഷെ എത്തിയേക്കാം. ഓക്കെ, മുകളിൽ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. 1, 2, 3 3 പ്രാവശ്യം മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സോൺ ഉണ്ട്. ഇവിടം തുടങ്ങി ഇവിടം വരെ, അല്ലെ? ഇത് മാർക്ക് ചെയ്തു. അപ്പൊ ഇനി നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്, ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റ് തിരിക്കുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു, അല്ലെ? അതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അതിന് വരെ നമ്മൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അതുപോലെ തന്നെ
മാർക്കറ്റ് ഇവിടെ വന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം, അതിന് വരെ നമ്മൾ കോൾ ഓപ്ഷൻ സെല് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം നമുക്ക് മാർക്കറ്റിന്റെ ഒരു വ്യൂ ഉണ്ടാക്കാം. ഓക്കെ, തേർട്ടി മിനിറ്റിൽ നിന്നിട്ട് നമുക്കൊരു 5 മിനിറ്റിലേക്ക് കടക്കാം. ഓക്കെ അല്ലെ, 5 മിനിറ്റിലേക്ക് കിടക്കുമ്പോൾ കൃത്യമായിട്ടൊരു ട്രെൻഡ് അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു അപ് ട്രെൻഡ് ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഫിബൊനാച്ചി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഒരു ബൈ ഇവിടെ പ്ലാൻ ചെയ്യായിരുന്നു. ഹയർ ഹൈ ഉണ്ട്, പക്ഷെ ഹയർ ലോ ഇല്ല അല്ലെ, ഇവിടെ ലോവർ ലോ ആണ്. അപ്പൊ ഇവിടെയും ഹയർ ഹൈയും ഹയർ ലോയും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇപ്പൊ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഫിബൊനാച്ചി 6178 സോണിലാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് ബൈ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഇതൊരു കോൺട്രാക്ഷൻ, ഇതൊരു എക്സ്പാൻഷൻ മാർക്കറ്റ് ആണ്. ഇവിടെ ഹൈ മുകളിലേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ലോ താഴ്ത്തിക്കാൻ ഉണ്ടാക്കിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് ഫിബൊനാച്ചി റിലേഷൻഷിപ്പ് വലിയ കാര്യമായിട്ട് വർക്ക് ആവാനുള്ള സാധ്യതയില്ല, കാരണം കൃത്യമായിട്ടുള്ള ട്രെൻഡിലൊന്നുമല്ല. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഈ ഒരു സപ്പോർട്ടുകളെ അല്ലെ, ഈ ഒരു സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് സപ്പോർട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുട്ട് വാങ്ങുന്നതിന് പകരം കോള് സെല് ചെയ്യാം അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് തിരിക്കുകയാണെന്ന് വിചാരിച്ചു, അതായത് ഈ ഒരു സോണിൽ എത്തിയിട്ട് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ തിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ കോള് ബൈ ചെയ്യുന്നതിന് പകരം നമ്മൾ പുട്ട് സെല് ചെയ്യാണ്. ഓക്കെ, അപ്പൊ പുട്ട് സെല് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇവിടെ ഒന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പേര് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടെങ്കിൽ പേര് കൊടുക്കേണ്ട കാര്യമില്ല. പി അല്ലെ, പി സെല്ല് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത്? ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടെ എത്തി കൺസോൾഡേറ്റ് ചെയ്തിട്ട് തിരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ സമയത്ത് നമ്മൾ പി സെല്ല് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവാണെങ്കിൽ ലാഭമായിരിക്കും നഷ്ടമായിരിക്കുമോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളൊരു സപ്പോർട്ടിൽ നിന്നിട്ട് തിരിക്കുമ്പോൾ സാധാരണ കോൾ ഓപ്ഷൻ ബൈ ചെയ്തതിന് പകരം പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാണ്. ഗൗരി, ഓക്കെ, പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. അപ്പോ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അഥവാ ആ കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്താലും, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെന്നില്ല, ആ കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. ആലോചിച്ച് നോക്കിയേ, നമ്മൾ പുട്ട് ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാല്, അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈയറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാം. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ബൈയിങ് അത്യാവശ്യം നമുക്ക് അറിയാലോ. അപ്പൊ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുക? മാർക്കറ്റ് എങ്ങോട്ട് പോയാലാണ് പ്രോഫിറ്റ് കിട്ടുക? ഈ ഒരു സിനാറിയോന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്ക് എങ്ങോട്ട് പോയാണ് പ്രോഫിറ്റ് കിട്ടുക? ഡൗൺ സൈഡ്. ആരെങ്കിലും സംസാരിക്കോ? കാരണം എനിക്ക് ഇവിടെ വോയിസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ്. നിങ്ങളുടെ വോയിസും കേട്ടില്ല. ആരെങ്കിലും സംസാരിക്കോ? പ്രോഫിറ്റ് കിട്ടും. ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഡൗൺ സൈഡ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ? മൈക്രോഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ? വോയിസ് ഇവിടെ കേൾക്കണ്ടോ എന്ന് അറിയാനാ. ഹലോ, കേൾക്കുന്നുണ്ടോ? സർ സംസാരിക്കുന്നുണ്ട്, സാർ കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ, വോയിസ് ക്ലിയർ അല്ല. സാറ് കേൾക്കുന്നില്ല. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്താണൊന്നും മിണ്ടാത്തേ. മിനിറ്റ്.
ഹലോ ഒന്ന് ടെസ്റ്റ് ചെയ്യാവോ? ആരെങ്കിലും ഒന്ന് സംസാരിക്കാവോ? ഹലോ കേൾക്കുന്ന ഓക്കെ ഓക്കെ, ക്ലിയർ ക്ലിയർ ക്ലിയർ. എന്തോ സൗണ്ട് സെറ്റിംഗ്സ് മാറി കിടക്കായിരുന്നു, എന്തോ ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് കണക്ട് ആയിരുന്നു. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ഓക്കെ, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഒരാളെ ഒന്ന് ആലോചിച്ച് നോക്കുക. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോയാലായിരിക്കും, ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാലായിരിക്കും ലാഭം കിട്ടുന്നത്? താഴെ പോയാല് താഴെ പോയാൽ അല്ലേ? അപ്പോ ആ ലാഭം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാഭം കിട്ടാനുള്ള സാധ്യതയില്ലേ? ആ ലാഭമാണ് സെല്ലറുടെ നഷ്ടം, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുടെ നഷ്ടം അല്ലെ? അപ്പോ നമുക്ക് മനസ്സിലാക്കാം, മാർക്കറ്റ് ശക്തമായിട്ട് താഴത്തേക്ക് പോയാൽ സെല്ലർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് വരും. നേരെ മറിച്ച് മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആളുടെ പ്രീമിയം മെൽറ്റായി ഇല്ലാതാവില്ലേ അല്ലെ? ഇപ്പൊ ഇതാണ് എക്സ്പയറി എന്ന് വിചാരിച്ചോ, എക്സ്പയറി ഡേറ്റ് എന്ന് വിചാരിച്ചോ. അപ്പൊ എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴേക്കും മാർക്കറ്റ് താഴത്തേക്ക് പോയില്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്ക് ലോസ് വരില്ലേ? അതാണ് പുട്ട് ഓപ്ഷൻ സെല്ലറുടെ ലാഭം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ പെട്ടെന്ന് ലോസ് വരാൻ തുടങ്ങും അല്ലെ? ഇപ്പൊ 10,000 രൂപയാണ് പ്രീമിയം എന്നുണ്ടെങ്കിൽ 10,000 രൂപ 2-3 ദിവസം കൊണ്ടൊക്കെ വാഷ് ഔട്ട് ആയി പോകും അല്ലെ? അപ്പോഴും ഈ ലാഭമാർക്കാണ് കിട്ടുന്നത് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാണ്. അപ്പൊ ഇൻ ഷോർട്ട്, നമ്മൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മാർക്കറ്റ് മുകളിലേക്കാണെങ്കിലും സൈഡിലോട്ടാണെങ്കിലും പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താൽ ലാഭം കിട്ടും. അതായത് മാർക്കറ്റ് നമ്മളുടെ വ്യൂ ശരിയാവണമെന്നില്ല, മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് പോകണമെന്നില്ല, അവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്താൽ മതി, താഴേക്ക് വരാതിരുന്നാൽ മതി, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്ക് ലാഭം കിട്ടും അല്ലെ? പക്ഷെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്ക് വലിയൊരു റിസ്ക് ഉണ്ട്. മാർക്കറ്റ് പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ട് താഴത്തേക്ക് ഉണ്ടായാൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്ക് വലിയ ലോസ് വരും അല്ലെ? അപ്പൊ ആ ഒരു വലിയ ലോസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ മാച്ച് കളയാണ്. ഓക്കെ, ഇതൊക്കെ മാച്ച് കളയാണ്. ആ വലിയ ലോസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് താഴേന്ന് മറ്റൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. ഇവിടെയും പി തന്നെയാണ് പുട്ട് ഓപ്ഷൻ അല്ലെ? പി ബൈ ആണ് ചെയ്യുന്നത്. എല്ലാവരും മൈക്രോഫോൺ ഒന്ന് ഉപയോഗിക്കാം, നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ലോസിനെ ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പുട്ട് ഓപ്ഷൻ നമ്മൾ തന്നെ ബൈ ചെയ്ത് വെക്കാം. അപ്പൊ അതിന് നമുക്കൊരു ഇൻഷുറൻസ് ട്രേഡ് ആയിട്ട് കാണാം അല്ലെ? ആ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചുകൊണ്ട് മാർക്കറ്റ് ഒരുപാട് താഴത്തേക്ക് പോവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ആ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തതിൽ പ്രോഫിറ്റ് കിട്ടും, പക്ഷെ നമ്മൾ സെല്ല് ചെയ്തതിൽ വലിയ ലോസ് വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ഔട്ട് ആയിട്ട് നമ്മളൊരു ലിമിറ്റഡ് ലോസിൽ അവസാനിക്കും. മനസ്സിലായോ? ആ വലിയ ലോസിൽ നിന്ന് ആ ഒരു പ്രോഫിറ്റ് ക്യാൻസൽ ആയി കഴിയുമ്പോൾ ചെറിയ ലോസ് ആയിട്ട് അവസാനിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഓപ്ഷൻ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ട്രേഡിനെ മെയിൻ ട്രേഡ് എന്ന് മനസ്സിലാക്കാം. ആ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ട്രേഡിനെ ഒരു സബ് ട്രേഡ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ട്രേഡ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിലെ മെയിൻ ലെഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ പല ട്രേഡുകൾ ഒരുമിച്ച് ഓപ്ഷൻസിൽ ബൈയും സെല്ലൊക്കെ ചെയ്യുന്നതിനെ ഓരോ ട്രേഡിനെ നമ്മൾ ലെഗ്സ് എന്നാണ് പറയാം, ലെഗ്സ്. ഓക്കെ, അപ്പോ 2 ലെഗുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ 4 ലെഗുള്ള സ്ട്രാറ്റജി എന്നൊക്കെ പറയും. അപ്പൊ ഇത് 2 ലെഗുള്ള സ്ട്രാറ്റജിയാണ്. അതായത് ഇതിൽ 2 ട്രേഡ് ഉണ്ട്, ആ 2 ട്രേഡ് നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിലെ മെയിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ, മെയിൻ ലെഗ് എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതാണ്. ഇൻഷുറൻസ് ട്രേഡ് അല്ലെങ്കിൽ സബ് ട്രേഡ് എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതാണ്. അപ്പോ ഇപ്പൊ നമ്മളുടെ വ്യൂ എങ്ങോട്ടാണ്? മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നതാണ് നമ്മളുടെ വ്യൂ? മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇത് വിട്ട് താഴേക്ക് വരില്ല. ഇപ്പൊ 2 വ്യൂ ഉണ്ട്. അപ്പോ എക്സ്ട്രീം ബുള്ളിഷ് ആവണമെന്നില്ല, നമുക്കറിയില്ല മുകളിലേക്ക് പോവോ അല്ലെങ്കിൽ എന്ന് നമുക്കറിയില്ല. പക്ഷെ താഴത്തേക്ക് വീഴില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതായത് ആ സപ്പോർട്ട് നല്ല സ്ട്രോങ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നമ്മൾ
സെല്ല് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത ഇതുപോലുള്ള അവസ്ഥയിൽ, അതായത് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ പ്രത്യേകിച്ച് മാർക്കറ്റ് കോൺട്രാക്ട് ചെയ്യുന്ന അവസ്ഥയിൽ, കണ്ടോ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് ചുരുങ്ങണ അവസ്ഥയിൽ. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് മുമ്പുണ്ടാക്കിയ നല്ലൊരു സപ്പോർട്ടിൽ മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും ആ സപ്പോർട്ടിൽ വന്നിട്ട് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യാറില്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് ഈ മാർക്കറ്റ് മുകളിലേക്കാണ് പോകാൻ പോണേന്ന്, പക്ഷെ സ്റ്റിൽ പോയിട്ടില്ല, അവിടെ കൺസോൾട്ടേഷനിലാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇങ്ങോട്ട് ഇനി വീഴില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പുട്ട് സെല് ചെയ്യാം. അതിന്റെ റിസ്ക് ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ നിന്നൊരു പുട്ട് ബൈ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മൾ തിയറി ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചതാണ്. ആരെങ്കിലും പറയാൻ പറ്റുമോ? ബുൾ പുട്ട് സ്പ്രെഡ് അല്ലേ? യെസ്, ബുൾ പുട്ട് സ്പ്രെഡ് അല്ലെ. അപ്പൊ എല്ലാവരും ഓർത്ത് വെക്കുക, ഈ സ്ട്രാറ്റജിയുടെ പേര് ബുൾ പുട്ട് സ്പ്രെഡ്. അപ്പൊ നമുക്കത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രേഡുകൾ ഒരുമിച്ച് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ഒരു ബൈയും ഒരു സെല്ലും ചെയ്യുന്നതിനെ. അപ്പൊ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുക. ഓക്കെ, ബുൾ പുട്ട് സ്പ്രെഡ് ആ പേര് വരാനുള്ള കാരണം എന്താ? നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളുടെ വ്യൂ എന്താണ്? ബുള്ളിഷ് ആണ്. മാർക്കറ്റ് താഴേക്ക് വീഴില്ല, മുകളിലേക്ക് പോവുകയോ അവിടെ തന്നെ നിൽക്കുകയോ. അതായത് മൈൽഡ്ലി ബുള്ളിഷ് എന്ന് പറയാം, നേരിതായിട്ട് ബുള്ളിഷ്. എക്സ്ട്രീം ബുള്ളിഷ് അല്ല. എക്സ്ട്രീം ബുള്ളിഷ് കണ്ടീഷനിൽ നമ്മൾ കോൾ ബൈ ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബുള്ളിഷ് ആവുമെന്ന് അറിയില്ലെന്ന്, പക്ഷെ താഴേക്ക് വീഴില്ല, അല്ലെങ്കിൽ മൈൽഡ്ലി ബുള്ളിഷ് ആണ് നമ്മുടെ മനസ്സ്. അപ്പോ ബുൾ നമ്മൾ ഏത് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യണത്? പുട്ട് ഓപ്ഷൻസ് അല്ലേ. ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും പുട്ട് ഓപ്ഷൻസ് ആണ്. അപ്പൊ നമ്മളുടെ വ്യൂ ഏതാണെന്നുള്ളത് ആദ്യം ബുൾ. ഏത് ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ ടൈപ്പ്? പുട്ട് രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ സ്പ്രെഡ്. മനസ്സിലായോ? ബുൾ പുട്ട് സ്പ്രെഡ്. ഓക്കെ, അപ്പൊ ഇത് ഇപ്പോ നിഫ്റ്റി ആ സപ്പോർട്ടിൽ വന്നിട്ടില്ല. എപ്പോഴും നമുക്കൊരു സപ്പോർട്ടിൽ കൺസോൾഡേറ്റ് ചെയ്യുമ്പോഴാണ് അത് ചെയ്യാൻ ബെസ്റ്റ്. എനിവേ നമുക്കിതൊന്ന് സെൻസിബിളിൽ പോയിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് ഈ രണ്ട് ലെഗ്സുകൾ നമ്മൾ അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യണത്? നമുക്ക് വേണമെങ്കിൽ അത് സെൻസിബിളിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിലോ വേറെ ഏതെങ്കിലും ബ്രോക്കറിൽ പോയിട്ട് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. സാറേ, പറഞ്ഞു. നമ്മള് വിൽക്കുന്ന പ്രീമിയം കൂടുതലായിരിക്കുമോ ഈ കേസിൽ? മേടിക്കുന്ന പ്രീമിയം കൂടുതലായിരിക്കും, വാങ്ങുന്ന പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. അതായത് അതുപോലെ വെച്ചാൽ മതി, ATMസിൽ പ്രീമിയം OTMസിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ATM ആണ് സെല് ചെയ്യുക, OTM ആണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഓക്കെ, അല്ല OTM ബൈ ചെയ്യാനുള്ള കാരണം എന്താണ്? അത് കൂടിയാൽ എന്നുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണോ? അല്ല, മാർക്കറ്റ് ശക്തമായിട്ട് ഫോളോ ചെയ്താൽ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നതിൽ വലിയ ലോസ് വരും. ആ ലോസിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു പുട്ട് ഓപ്ഷൻ കുറച്ച് താഴെ നിന്ന് വാങ്ങുന്നത്. അപ്പൊ ഇവിടെ പലർക്കും വരാവുന്ന ഡൗട്ട്, എന്തുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൂടാ, ആ സെയിം സ്ട്രൈക്ക് തന്നെ വാങ്ങിക്കൂടാ? സെയിം സ്ട്രൈക്ക് വാങ്ങിയാൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മളുടെ ചാർജസ്, സർക്കാരിന് കൊടുക്കുന്ന ചാർജസ് പോകുന്നല്ലാതെ ചെറിയ ചാർജസ് ഉള്ള ഓപ്ഷൻസിൽ കമ്പാരിറ്റീവ്ലി. എന്നാലും കാരണം എന്താ, നമ്മൾ തന്നെയാണ് ഒരു കോൺട്രാക്ട് ബൈ ചെയ്തിരിക്കുന്നത്, നമ്മൾ തന്നെയാണ് അതേ കോൺട്രാക്ട് തന്നെ സെല് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലാഭം കിട്ടില്ലല്ലോ എന്നതുപോലെ. അത് മനസ്സിലായി. ഞാൻ പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഈ എത്ര സ്പ്രെഡ്, എത്ര ഗ്യാപ്പ്, വിഡ്ത്ത് ഒക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പറയാം, അത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ എവിടെ നിന്നാണോ ഒരു ട്രേഡ് എടുക്കാൻ നോക്കുന്നത് അവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നു, അതിന് താഴെ നിന്ന് മറ്റൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ഇനി എത്ര സ്ട്രൈക്ക് അകലെയാണെന്നുള്ളതും അതിന് എത്ര പ്രീമിയം വരുന്നുള്ളതും ഈ ഒരു ട്രേഡ് നടത്തിയാൽ എത്ര ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വരുന്നുള്ളതൊക്കെ നമുക്ക് സെൻസിബിളിൽ പോയിട്ട് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും സെൻസിബിളൊക്കെ എല്ലാവരിലും ഉണ്ടോ? എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെക്ക് ചെയ്തിരുന്നോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ട്. എന്താണ് ഇഷ്യൂ? ഞാൻ പറഞ്ഞിരുന്നു, സെറോദ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. കാരണം പല ആൾക്കാരും അപ്സ്റ്റോക്ക് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ശരിയാവുന്നില്ല. അപ്പോ ചില ആൾക്കാർ ഗൂഗിൾ വെച്ചിട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയേക്കാം, പക്ഷെ ലെക്കാണ്. നമ്മളെപ്പോഴും സെറോദ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സേഫ്.
ആരെങ്കിലും അപ്സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ടോ? അപ്സ്റ്റോക്കിൽ സെൻസിബിൾ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടുത്ത് എങ്ങാനും നോക്കിയിരുന്നോ? ഉണ്ട്. എന്താ പറഞ്ഞ അമൃത? പറ്റുന്നില്ല? അല്ല, യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് സെൻസിബിളിൽ കയറാൻ പറ്റുമെന്ന് നോക്കിയിരുന്നോ? പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ. പല പക്ഷെ ആൾക്കാരും എന്ന് വെച്ചാൽ ഇടയ്ക്ക് ലോഗ് ഔട്ട് ആവും. ഞാൻ പിന്നെയും ലോഗിൻ ആയിട്ട് എന്റെ ID വെച്ച് ലോഗിൻ ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഓരോ പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് എല്ലാത്തിനും ലോഗ് ഔട്ട് ആവുന്നുണ്ട്. സെർവറിലാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം എൻ്റർ ചെയ്യേണ്ടി വരും ID ആ, പാസ്വേഡ്. ഓക്കെ. പ്രശ്നമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെ? ചില ആൾക്കാർ അപ്സ്റ്റോക്കിൽ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ സെർവറിൽ എന്തായാലും പറ്റും. കാരണം അതൊരു 3-4 വർഷമായിട്ട് ഞാൻ സെർവറിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സിൽ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അറിയില്ല. കാരണം അവർ തമ്മിലുള്ള ഇന്റഗ്രേഷൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. മിക്കതും അതിൽ കാണിക്കുന്നുണ്ട് 3-4 ബ്രോക്കേഴ്സിന്. അത് പറ്റേണ്ടതാണ്. പക്ഷെ അപ്സ്റ്റോക്കിൽ പറ്റുന്നില്ല എന്ന് 1-2 പേര് പറഞ്ഞു. അപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? സെൻസിബിളിൽ എടുക്കാൻ പറ്റാതെ ലോക്കായി നിൽക്കുന്ന എന്തെങ്കിലും? ആ ഒരു കാര്യം എടുക്കാതെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ എത്ര പ്രോഫിറ്റ് വരും ലോസ് വരും എന്നൊക്കെ കാണണമെങ്കിൽ മിനിമം സെൻസിബിൾ വേണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പൊ സെൻസിബിൾ എടുക്കുന്നു, ലോഗിൻ, സെൻസിബിൾ ലോഗിൻ എന്ന് അടിക്കുന്നു. ലോഗിൻ. അപ്പൊ ഇത്രയും ബ്രോക്കേഴ്സ് ഉണ്ട്. ICICI ഡയറക്റ്റ്, ഏഞ്ചൽ വൺ, സെറോദ. അപ്പൊ ചിലർക്ക് ഗൂഗിൾ വെച്ചും ഫ്രീ ആയിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റാറുണ്ട് ചില സിസ്റ്റംസിൽ. അപ്പൊ നമ്മൾ ഒരേ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ദിവസം എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ID-യും പാസ്വേഡൊക്കെ ഓൾറെഡി അവിടെ വന്ന് കിടക്കണ്ടാവും. നമ്മൾ ആപ്പ് കോഡ് മാത്രം കൊടുത്താൽ മതി. 438 742. ഓക്കെ, അപ്പോൾ സെറോദ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇവിടെ നമുക്ക് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ട്രേഡിൽ പോവാം. അതായത് ഏറ്റവും ടോപ്പിൽ 5 പേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പേജ്, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ അതാണ് സ്ട്രാറ്റജി ബിൽഡർ. അപ്പൊ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സ്ട്രാറ്റജി വെച്ച് നമ്മൾ ട്രേഡ് ചെയ്താൽ അതിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വരും, ലോസ് വരും, അതിന് എത്ര ചാർജസ് വേണം, അല്ലെങ്കിൽ എത്ര മാർജിൻ വേണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബൈങ്ങിന്റെ കേസിൽ അത് കണ്ടതാണ്. പിന്നെ സെല്ലിങ്ങിന്റെ കേസിലേക്ക് വരാം. അപ്പൊ ബിൽഡ് എ ന്യൂ കസ്റ്റം സ്ട്രാറ്റജി എന്ന് പറയുന്ന ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ട്രേഡിംഗ് വ്യൂവിൽ ഭംഗിയായിട്ട് ഇതുപോലെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും വരയ്ക്കേണ്ട, വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ വാല്യൂസ് നോക്കി നമുക്ക് അതിൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ പ്രൈസ് ഇവിടെ എത്തിയെന്നൊന്ന് ഇമാജിൻ ചെയ്യാം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 24,150 ആയിരിക്കും സെല് ചെയ്യുക. പക്ഷെ ഇപ്പൊ പ്രൈസ് എവിടെ എത്തിയിട്ടുള്ളൂ? ഇപ്പൊ പ്രൈസ് ഇവിടെ എത്തിയിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇത് മാറ്റി വെക്കാം. 24,000 ഏകദേശം 190 ആണ് നമ്മുടെ സ്പോട്ട് പ്രൈസ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് എത്രയാണ്? 24,200 ആയിരിക്കും നമ്മളുടെ ATM അല്ലെ? 24,200 നമ്മൾ സെല് ചെയ്യുന്നു. അതുപോലെ തന്നെ 24,150 നമ്മൾ ബൈ ചെയ്യുന്നു. 50 തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് 150. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് 2 ചോയ്സ് ഉണ്ട്. സാധാരണ എല്ലാവരും ചെയ്യാറ് 50-ഓ 100-ഓ സ്ട്രൈക്ക് എവേ ആണ്. അപ്പൊ 50 സ്ട്രൈക്ക് ആണ് നമ്മൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം 50 സ്ട്രൈക്ക് അകലെ ചെയ്യണമെങ്കിൽ നമ്മുടെ ലോസ് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിരിക്കും, ഏറ്റവും കുറവായിരിക്കും. 100 സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും അതിന്റെ ഇരട്ടി ആയിരിക്കും. അതായത് ട്രേഡിന്റെ ഇമ്പാക്ട് കൂടും. ഓൾമോസ്റ്റ് ലൈക്ക് എ ലിവറേജ് എടുക്കുന്ന എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെൻസിബിളിലേക്ക് പോവാം. ഇവിടെ നോക്കുക, 24,200 പുട്ട് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ചെയിൻ എല്ലാവരും മുമ്പ് കണ്ടേക്കുന്നതാണ് അല്ലെ? ഇതിൽ നടുക്കാണ് സ്ട്രൈക്ക് പ്രൈസ്, റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ, ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷൻ. അപ്പൊ പുട്ട് ഓപ്ഷൻ ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ളത് ATM 24,200 ATM, അത് നമ്മൾ സെല് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ചെയിനിൽ മേലെയാണ് അല്ലെ? ഓപ്ഷൻ ചെയിൻ തല കീഴായിട്ടാണ് നിർത്തിയേക്കുന്നത്. ഓക്കെ, അപ്പൊ മേലെ നമ്മൾ വീണ്ടും ബൈ ചെയ്യുന്നു.
അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് കാണാം നമുക്ക് എത്ര പ്രോഫിറ്റ് വരും, എത്ര ലോസ് വരും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ കാണാം, എത്ര മാർജിൻ വേണം എന്നുള്ളതൊക്കെ ഇവിടെ തന്നെ കാണാം അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 21 ജൂലൈയിലാണ്, അതായത് ഇന്ന് തന്നെയാണ് എക്സ്പയറി. അപ്പൊ നമുക്ക് ഇത് എപ്പോഴും എക്സ്പയറി ഡേറ്റിൽ 0 days, അതായത് ഇന്ന് തന്നെയാണ് എക്സ്പയറി. എപ്പോഴും നമ്മൾ അടുത്ത എക്സ്പയറിയിൽ ചെയ്യണതായിരിക്കും ബെറ്റർ. എക്സ്പയറി ഡേറ്റിൽ ട്രേഡ് ചെയ്യണത് ബെറ്റർ അല്ല, അടുത്ത എക്സ്പയറിയിൽ ചെയ്യണതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോ ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എത്ര കോസ്റ്റ് വേണം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. അപ്പൊ ഞാൻ ഒന്നുകൂടിയും ചെയ്യാം, ഇത് പലരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ബിൽഡ് എ ന്യൂ കസ്റ്റം, അതായത് സെൻസിബിളിൽ ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് ഓപ്ഷൻ, അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ ഇട്ടുണ്ട് പോപ്പുലർ അല്ലെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സെൻസിബിളിൽ ഡിപ്പെൻഡ് ചെയ്യണത് ഈ ഒരൊറ്റ ഓപ്ഷൻ കാൽക്കുലേറ്ററിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ബിൽഡ് എ ന്യൂ കസ്റ്റം സ്ട്രാറ്റജി അടിക്കുന്നു. ATM, അതായത് ഇപ്പൊ സ്പോട്ട് പ്രൈസ് ഇവിടെ നോക്കുന്നു, അതിന് തൊട്ടടുത്തുള്ള അവൈലബിൾ 50ന്റെ ഗുണിതം, അതായത് 24,200 പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നു. അതിന്റെ ഇൻഷുറൻസ് ട്രേഡ് എന്ന നിലയ്ക്ക് തൊട്ട് താഴെയുള്ള പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അപ്പൊ ഞാൻ താഴെ എന്ന് പറയുമ്പോൾ മേലെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, കാരണം എന്താ, പ്രൈസ് മുകളിലേക്ക് അല്ലെ, താഴേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ മുകളിലേക്കാണ്, ഓപ്ഷൻ ചെയിനിൽ മുകളിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസ് വരും, കാരണം നമ്മൾ നേരത്തെ ഡേറ്റ് മാറ്റി 28-ാം തീയതിക്ക് ആക്കി, എന്നിട്ടും ഇവിടെ മാറ്റങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ ഇതിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടായിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് വരാണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ഇതിൽ രണ്ട് സൈഡിലും പ്രോഫിറ്റ് കാണിക്കും. അപ്പൊ അങ്ങനെ വളരെ അപൂർവമായിട്ട് ചില ടെക്നിക്കൽ ഇഷ്യൂസ് വരാണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. കോമൺ സെൻസിന് നിരക്കാത്ത പല കാര്യങ്ങൾ വരാണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾക്ക് എന്തായാലും രണ്ട് സൈഡിലും പ്രോഫിറ്റ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ രണ്ട് സൈഡിലും പ്രോഫിറ്റ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യത്തിന് സെൻസിബിൾ തന്നെയുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് വേറെ വെബ്സൈറ്റുകളൊക്കെ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും പയോണിയേഴ്സ് ഇവരാണ്. അപ്പൊ ഏറ്റവും വർക്കിംഗ് ഫ്ലോ, ഇപ്പൊ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യണ പോലെയാണ് ഈ ഓപ്ഷൻ കാൽക്കുലേറ്റർ ആയിട്ട് എല്ലാവരും സെൻസിബിളിനെ കാണുന്നത്. ഓക്കെ, ഇവിടെ റൺ കൊടുത്തു. അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് നേരത്തെ കാണിച്ചേക്കാൾ ഓക്കെ, നേരത്തെ കാണിച്ചേക്കാളും വ്യത്യാസമുണ്ട് അല്ലെ. അപ്പോ ഈ എക്സ്പയറി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും, കാരണം എക്സ്പയറി ഡേറ്റ് അവസാനിക്കുകയാണ്. എപ്പോഴും നമ്മൾ എക്സ്പയറി ഡേറ്റിലാണ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവായിട്ടൊന്നു ഇത് കുറയ്ക്കോ, മറ്റേ മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യോ. ഓക്കെ, അപ്പൊ എക്സ്പയറി ഡേറ്റിലാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും അടുത്ത എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുന്നതാണ് സേഫ്. ഇനി എക്സ്പയറി ഡേറ്റിൽ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്പ്രെഡ് നമ്മൾ എക്സ്പയറി ഡേറ്റിൽ ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആയി പോകും. ഓപ്ഷൻ ബൈയിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് സ്റ്റോക്സിൽ. അപ്പൊ എക്സ്പയറി ഡേറ്റിൽ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ഇപ്പൊ നിഫ്റ്റിയിൽ എപ്പോഴും സേഫ് എന്ന് പറയുന്നത്, അതായത് വളരെ ഇമ്പാക്ട് കൂടും. അതായത് ഒരു ദിവസം കൊണ്ടാണ് അപ്പൊ 1,500 രൂപ 2,000 രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടാം അല്ലെങ്കിൽ കിട്ടാം. അപ്പൊ ട്രേഡിന്റെ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. അപ്പൊ അടുത്ത എക്സ്പയറി നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ലോ കോസ്റ്റ് ഉള്ള ഒരു ട്രേഡിന്, അതായത് ഒരു 500 രൂപ 400 രൂപയ്ക്ക് മാക്സിമം നമുക്ക് ലോസ് വരുള്ളൂ, കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്, 44,000 രൂപ ഫണ്ട് നമ്മളുടെ ട്രേഡിംഗ് പാനലിൽ വേണം. എന്നാൽ അതിൽ 33,000 രൂപ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു ഓപ്ഷൻ ബൈങ്ങിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഫണ്ട്സ് നീഡഡും മാർജിൻ നീഡഡും സെയിം ആയിട്ടാണ് കാണുക. ഓപ്ഷന്റെ പ്രീമിയം 12,000 ആണെങ്കിൽ അത്ര തന്നെ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഫണ്ട്സ് വ്യത്യാസമുണ്ട്, അതുപോലെ മാർജിനും വ്യത്യാസമുണ്ട് അല്ലെ. ഫണ്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണ്ട മിനിമം ഫണ്ടാണ് 44,000 രൂപ. എന്നാൽ മാർജിൻ എന്ന് പറയുന്നത് അത് ആ സ്പെസിഫിക് ട്രേഡിന് വേണ്ടിയിട്ട് ഈ സമയത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മാർജിനാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്നത്തെ എക്സ്പയറി ഡേറ്റിൽ എടുത്തപ്പോൾ കുറച്ച് ചാർജ് കൂടിയില്ലേ. അപ്പൊ ഓരോ ദിവസം എക്സ്പയറിയിലേക്ക് അടുക്കും തോറും, പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റിന്റെ അവസാന ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ചാർജസ് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ മിനിമം 45,000 ഫണ്ട് വേണമെന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നിലയ്ക്ക് ഇപ്പൊ ഇന്നത്തെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇത് ആ 45,000 ഈ 33,000 വലിയ മാറ്റം വരില്ല. ഇന്ന് മൊത്തം ട്രേഡ് ചെയ്യാൻ ഈ 30,000 തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ, 33,000 തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നിങ്ങൾ ആരോ ചോദിച്ചല്ലോ ഓപ്ഷന്റെ പ്രീമിയം അല്ലെ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മൾ സെല്ല് ചെയ്യുന്നത് ATM ആണ്. അതായത് ഇപ്പോ പ്രൈസ് നിൽക്കുന്ന സ്പോട്ട് പ്രൈസിന്റെ തൊട്ടടുത്തുള്ള ATM ആണ്. അതുകൊണ്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, 170 രൂപ 40 പൈസ. എന്നാൽ നമ്മൾ ബൈ ചെയ്യുന്നത് ATM അല്ല അല്ലെ, ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നതിൽ നിന്ന് കുറച്ച് അകലെയാണ്. അതുകൊണ്ട് അതിന് പ്രീമിയം എത്രയാണ്, 149 രൂപയുള്ളൂ. അതായത് 20 രൂപയുടെ വ്യത്യാസമുണ്ട്.
മനസ്സിലായോ? അപ്പൊ ആ 20 രൂപയുടെ വ്യത്യാസം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതില് നമുക്കൊരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ ഏകദേശം അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും പോകുന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രേഡിൽ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചോ. നമ്മുടെ വ്യൂ ബുള്ളിഷ് ഒന്നുമല്ല, എന്നാലും ഒരു എക്സാമ്പിൾ ആയിട്ട് കാണാൻ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചോ. മാർക്കറ്റ് ഇവിടെ വരെ പോകുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ടാർഗറ്റ്, ഇതിന് തൊട്ട് താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം അല്ലേ. അപ്പോ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുമ്പോൾ ഇൻ കേസ് മാർക്കറ്റ് നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോയില്ല, തിരിച്ചു വന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ എത്ര രൂപ ലോസ് വരുന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, 24,127 ഇപ്പൊ ഞാൻ മൗസ് ക്ലിക്ക് ചെയ്ത് തരണം അല്ലെ. 24,127 നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അത് പേപ്പർ ട്രേഡ് ചെയ്യാൻ നോക്കാം, അതിനുശേഷം പൈസ ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 24,127 ഇവിടെ അടിക്കുക, 127. അപ്പൊ ഇത് ഓപ്ഷൻ ബൈയിങ് പോലെയല്ല. ഓപ്ഷൻ ബൈയിങ് നമ്മൾ ഒരിക്കലും ചെയ്യരുതെന്നല്ല പറയണേ. ഓപ്ഷൻ സെല്ലിങ് നിങ്ങൾക്ക് ഒരു 10,40,000 45,000 രൂപയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ഇല്ല. കാരണം ഇതിൽ സാധാരണ നിലയ്ക്ക് ഒരു 400-500 രൂപയെ പോവുള്ളൂ. അതായത് നമ്മുടെ ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 50,000 റുപ്പീസിനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഓക്കെ, അപ്പോ 24,127 ഇനി ഏത് ദിവസം എത്തിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിപ്പോ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കുക. നമ്മൾ ഇതുവരെ എല്ലാം ചെയ്യാറ് എങ്ങനെയാണ്, ഇൻട്രാഡേ മാത്രം ട്രേഡ് ചെയ്യാറുള്ളൂ ഓപ്ഷൻ ബൈങ്ങിൽ. കാരണം എന്താ, നമുക്ക് നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ തുടങ്ങും ഗ്യാപ്പ് ഡൗണിൽ തുടങ്ങും നമുക്ക് അറിയില്ല അല്ലെ. വലിയ ഗ്യാപ്പ് ഡൗണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങിയിട്ട് വലിയൊരു ചാട്ടം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ പ്രീമിയം 10,000-12,000 ഫുള്ള് പോകും അല്ലെ, ഓൾമോസ്റ്റ് ഫുള്ള് പോകും. അപ്പോ ഇതിൽ അങ്ങനെ ഒരു റിസ്ക് ഇല്ല. ഇതിൽ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ഇപ്പൊ ഇവിടെ ഈ പറയുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് 1,892 രൂപ നഷ്ടമാവുള്ളൂ. മാർക്കറ്റിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയൊരു ഫോള് വന്നാലും നമുക്ക് ആ 2,000 രൂപയിൽ താഴെ നഷ്ടമാവുള്ളൂ. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ലോസ് മുൻകൂട്ടി കണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും ലോസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കി അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിൽ നമ്മളൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നമുക്ക് അതിന്റെ മൂവ്മെന്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ നമുക്കുള്ള പ്രൈസ് തന്നെ അവിടെ ഇടാം, 24,185 രൂപയ്ക്കൊക്കെ ഇപ്പോഴാണ് നിൽക്കുന്നത് നിഫ്റ്റി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു പെർസെൻറ്റേജ് നിഫ്റ്റി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് വരും? ഏകദേശം ഒരു 1,069 രൂപ നമുക്ക് പ്രോഫിറ്റ് വരും അല്ലെ. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ 1:2 അല്ല വെക്കാറ്. അപ്പൊ അതുപോലെ നമുക്കൊരു അപ്രോക്സിമേറ്റ് ചിന്തിക്കണം. ഒരു പെർസെൻറ്റേജ് മൂവ് ഒന്നും ഒരു ദിവസം നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയായിരിക്കും? അതിന്റെ പകുതിയാണെന്ന് വിചാരിച്ചു. ഇപ്പൊ 1/2% താഴേക്ക് പോയാൽ എത്ര ലോസ് വരും നോക്കാം. ഏകദേശം ഒരു പെർസെൻറ്റേജ് താഴേക്ക് പോവാണെങ്കിൽ 365 രൂപ നമുക്ക് ലോസ് വരും. അപ്പൊ ഇത് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1,359 രൂപ പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട്, എന്നാൽ 1,892 രൂപ ലോസ് വരാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്യരുത്. ഇപ്പൊ ലോസ് അല്ലേ കൂടുതൽ, പ്രോഫിറ്റിനേക്കാളും വലിയ ലോസ് അല്ലേ, ഈ സ്ട്രാറ്റജി വേണ്ട എന്ന് വിചാരിക്കരുത്. നമ്മൾ എവിടെയാണോ ട്രേഡ് എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇവിടെ നോക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇപ്പൊ ഉള്ളേക്കാളും മാർക്കറ്റ് 1% താഴത്തേക്ക് വരണമെങ്കിൽ നമുക്ക് 371 രൂപ ലോസ് വരുള്ളൂ. നേരെ മറിച്ച് 1% മുകളിലേക്ക് പോയാലോ നമുക്ക് 1000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതില് ബേസിക്കലി ഇതിൽ പ്രീമിയം മെൽറ്റിങ്ങിന്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടോ. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മിനിമം മാർക്കറ്റ് ഈ ഒരു എമൗണ്ടിനേക്കാളും കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലെ. അത് എത്രയാണ്? 0 ആണ്. അതായത് മാർക്കറ്റ് എങ്ങോട്ടും പോകണമെന്നില്ല. അതായത് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടും പോയില്ലെങ്കിലും നമുക്ക് ലോസ് വന്നുകൊണ്ടിരിക്കില്ല അല്ലെ. ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ തന്നെ നിന്നാൽ നമുക്ക് ലോസ് വന്നുകൊണ്ടിരിക്കുന്ന പഠിച്ചല്ലോ. അതിനെയാണ് നമ്മൾ തീറ്റ ഡി കെ അല്ലെങ്കിൽ പ്രീമിയം മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്രീമിയം മെൽറ്റിങ്ങിന്റെ എഫക്റ്റ് ഇവിടെ വളരെ കുറവായിരിക്കും. തന്നെയല്ല, ഇങ്ങനെ കാണാണെന്ന് വിചാരിച്ചു പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസ് ആണ് സെൻസിബിൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രീമിയം മെൽറ്റിംഗ് ഇല്ല എന്ന് മാത്രമല്ല നമുക്കാണ് ആ പ്രീമിയം മെൽറ്റിംഗ് കിട്ടുന്നത്. അതായത് മാർക്കറ്റ് അവിടെ തന്നെ നിന്നാലും കുറച്ച് പ്രോഫിറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് നമുക്ക് പ്രോഫിറ്റ് 1% കയറ്റുമ്പോൾ പ്രോഫിറ്റ് കൂടുതലും 1% ഇറക്കുമ്പോൾ ലോസ് കുറവും.
രൂപ ലോസ് വരുന്നതിന് 1000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ. അപ്പോ നമ്മളെപ്പോഴും സാധാരണ നിലയ്ക്ക് ഇപ്പോൾ 1% മാക്സിമം ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് പോകുള്ളൂ. ഇനി നമുക്കൊരു ഇത് ഹോൾഡ് ചെയ്താലുള്ള അവസ്ഥ നോക്കാം. അതായത് ഇപ്പൊ നമ്മളൊരു ഈ ഒരു ട്രേഡ് ഇന്ന് ഹോൾഡ് ചെയ്തു, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമുക്ക് ഡേ കാൻഡലിലേക്ക് പോവാം അല്ലെ. ഒരു ഡേ കാൻഡലിൽ പോയിട്ട് ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നാൽ നമുക്ക് എത്ര ലോസ് വരും നോക്കാം. അപ്പോ ഈ അടുത്തുണ്ടായ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഏതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഒരു അപ്രോക്സിമേറ്റ് ഒരു വലിയ ഗ്യാപ് ഡൗൺ നമുക്കൊന്ന് മെഷർ ചെയ്യാം. മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു, പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് 337 പോയിന്റ് താഴെ അല്ലെ. അപ്പൊ അതുപോലെ ഒരു ഗ്യാപ് ഡൗൺ ഇവിടെ വന്നാൽ നമുക്ക് എത്ര ലോസ് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പ്രാക്ടിക്കലി എത്ര മാക്സിമം ലോസ് വരും എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നിന്ന് 337 പോയിന്റ് താഴെ എന്ന് പറയുമ്പോൾ 337 പോയിന്റ് താഴെ, അതായത് 23,877 അവിടെ അടിച്ചു കൊടുക്കാം. 23,877. അപ്പൊ ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നാലും 592 രൂപയെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് പോവുള്ളൂ. ഇനി നമുക്ക് അതിനും വലിയൊരു ഗ്യാപ്പ് ഡൗൺ അടിച്ചു നോക്കാം. അതായത് ഇവിടെ വലിയ ഗ്യാപ്പ് അപ്പുകളൊക്കെ ഉണ്ടല്ലോ, കണ്ടോ? ഈ ഗ്യാപ്പ് അപ്സിന്റെ അത്ര ഉള്ള ഒരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ ഇത് എത്ര പെർസെന്റേജാ? 3.5% അല്ലെ. അത് കഴിഞ്ഞ വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്യാപ്പ് അപ്പ് ആണത്. ഇതിലൊക്കെ കാണാവുന്ന ഗ്യാപ്പ് അപ്സുകൾ അല്ലെ. അപ്പൊ അതുപോലെ വലിയൊരു ഗ്യാപ്പ് അപ്പ് 3.5% അല്ലെങ്കിൽ 4%ഒക്കെയാണ് നിഫ്റ്റിയിൽ മാക്സിമം വരാറ്. അപ്പൊ അതുപോലെ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോസ് വരും നോക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ശതമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ വില തന്നെ അവിടെ ഇടാം, 24,179. അത് കഴിഞ്ഞിട്ട് ഈ പ്രൈസ് സ്ലൈഡറുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതായത് -4%. -4% താഴേക്ക് നിഫ്റ്റി വീണാലും 1,800 രൂപ ഈ മാക്സിമം ലോസ് തന്നെ നമുക്ക് വരുള്ളൂ. അതിന് പകരം -5 or 10 ആയാലും ഒക്കെ ഈ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഇത്ര ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് നമ്മുടെ ക്യാപ്ഡ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുക, മാക്സിമം പ്രോഫിറ്റ് 6-7% നിഫ്റ്റി ബുള്ളിഷ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഗുണമൊന്നുമില്ല. അവിടെ കാണിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്ത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. നമ്മൾ ഓപ്ഷൻ ബൈങ് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ പറയും ഇൻട്രാഡേയിൽ നിൽക്കുക, കാരണം കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കണം. ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ്, നമ്മളിപ്പോ മാർക്കറ്റ് ബുള്ളിഷ് ആവുമെന്ന് വിചാരിച്ചൊരു ട്രേഡ് എടുത്തു, മാർക്കറ്റ് കുറെ താഴ്ത്തേക്ക് പോയിട്ട് മുകളിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഒന്നുമില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ, നമ്മൾ എടുത്തോടത്തുനിന്ന് ഭയങ്കരമായിട്ട് താഴ്ത്തേക്ക് ഇറങ്ങി പോയിട്ട് വീണ്ടും മുകളിലേക്ക് കയറിയാലും നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മുടെ വ്യൂ എപ്പോഴെങ്കിലും ശരിയായാൽ മതി. ആ എക്സ്പയറിക്ക് മുമ്പ് എപ്പോഴെങ്കിലും ശരിയായാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ട്രെൻഡിങ് മാർക്കറ്റ്, ഒരു അപ് ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ നല്ല ഡിസ്കൗണ്ട് പ്രൈസിന് വാങ്ങാന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഒരു ഫിബൊനാച്ചി 78 കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആവണ സമയത്ത്, അല്ലെങ്കിൽ ചെറിയ ബ്രേക്ക്ഔട്ട് ഇന്റേണൽ സ്ട്രക്ചറിൽ ബ്രേക്ക്ഔട്ട് ഉണ്ടായ സമയത്ത് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ്. കാരണം എന്താ, മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ വാങ്ങുന്നത് വളരെ ചീപ്പ് പ്രൈസിനാണ്, ഇനി എന്തും വിട്ട് താഴേക്ക് വരേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തി. അതായത് ഒരുപാട് താഴത്തേക്ക് വന്നിട്ട് ഇതിനടിയിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ച് തകർത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി എന്ന് വിചാരിച്ചു. നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലായിരിക്കും. മനസ്സിലായോ? കാര്യം എന്താ, നമുക്ക് പ്രത്യേകിച്ച് സ്റ്റോപ്പ് ലോസ് ഇല്ല. അപ്പോ എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടും. അത് എത്ര താഴത്തേക്ക് പോയാലും ശരി, നമ്മളുടെ എക്സ്പയറി ഡേറ്റിന് മുമ്പ് നമുക്ക് തിരിച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടും അല്ലെ. അത് തന്നെ മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി എഡ്ജാണ്. കാരണം എന്താ, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ വ്യൂ എക്സ്പയറി ഡേറ്റിനുള്ളിൽ എപ്പോഴെങ്കിലും ശരിയായാൽ മതി. ഇനി എക്സ്പയറി ഡേറ്റിന് ഉള്ളിൽ ശരിയായില്ല, മാർക്കറ്റ് ഇവിടെ തന്നെ അവസാനിച്ചാലോ, നമുക്ക് വരാൻ പോകുന്ന ലോസ് നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച ലോസേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലെ. വളരെ സ്വസ്ഥമായിട്ട് ടെൻഷൻ അടിക്കാണ്ട് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് പൊസിഷൻസ് വെച്ച് ട്രേഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ച സ്ട്രാറ്റജിയുടെ പേരെന്താണ്? ആ പേര് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സെൻസിബിളിൽ പോയിട്ട് ഇത് ബിൽഡ് ചെയ്യാം. എന്താണ് പേര്? ബുൾ പുട്ട് സ്പ്രെഡ് അല്ലെ. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഓരോ ക്ലാസ് സെക്ഷൻസിൽ നമുക്ക് ഓരോ സ്ട്രാറ്റജി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ നമുക്ക് ബെയർ കോൾ സ്പ്രെഡ് ഉണ്ട്, അത് ഇതിന് നേരെ ഇൻവെർട്ടഡ് പൊസിഷൻ ആണ്. അപ്പൊ അതും കൂടി പഠിച്ച് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലെ. ഇത് ബുൾ പുട്ട് സ്പ്രെഡ്.
ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു നല്ല ബുള്ളിഷ് സിനാറിയോ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ആ ബുള്ളിഷ് സിനാറിയോ ഇത് തമ്മിൽ എവിടെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോ ഒരു കൺസോൾട്ടേഷൻ എക്സാമ്പിൾ എടുക്കാം, റേഞ്ച് മാർക്കറ്റിന്റെ എക്സാമ്പിൾ എടുക്കാം. മുകളിലേക്ക് പോയി താഴത്തേക്ക് പോയി നിൽക്കുന്നു ഒരു ലെവലിൽ അല്ലെ. അപ്പൊ ഇവിടെ താഴത്തേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് കോൺട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി മാർക്കറ്റ് ചിലപ്പോൾ തിരിച്ചേക്കാം. പക്ഷെ നമുക്ക് തിരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ, ഇത് ഓൾറെഡി കോൺട്രാക്ഷനിലല്ലേ, അല്ലെങ്കിൽ ആ ഒരു കൺസോൾട്ടേഷനുള്ളിലല്ലേ നിൽക്കണേ. അപ്പൊ നമ്മൾ ഒരിക്കലും കോൾ ഓപ്ഷൻ ബൈ ചെയ്യണത് നല്ലതല്ല. ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര നേരം ഈ മാർക്കറ്റ് വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്യുന്ന നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഈ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അധികം വൈകാതെ ടക് ടക് എന്ന് പറഞ്ഞ മുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണതാണ് ബെസ്റ്റ്. പക്ഷെ സ്റ്റിൽ ആ കൺസോൾട്ടേഷനിലായിരിക്കെ നമുക്ക് അറിയില്ല ഇത് എപ്പോഴാണ് ഈ വണ്ടി പോകാന്നുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഒരു 50,000-40,000 ക്യാപിറ്റൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ട് അവിടെ ഇടാം, അതിന്റെ താഴെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിടാം അല്ലെ. അപ്പൊ അത് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി കൂടുതൽ വൈഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ലോസും വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വരും, അത്രേ ഉള്ളൂ, നമുക്കത് കാണാം. അപ്പൊ ഇതുപോലെ സെല് ചെയ്തിടാം. അങ്ങനെ വണ്ടി പോട്ടെ, ഇങ്ങനെ അങ്ങനെ സൈഡിലോട്ട് പോയി ചിലപ്പോൾ നമ്മളൊന്ന് പേടിപ്പിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു കയറും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഇതിൽ നിന്ന് ബ്രേക്കായി മുകളിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഈ 2 ലെഗ്സും ക്യാൻസൽ ചെയ്യാം. അതായത് നമ്മൾ സെല്ലിംഗ് ലെഗ് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ബൈ ഇടാം. അപ്പൊ സെല്ലിംഗ് ലെഗ് ക്യാൻസൽ ചെയ്തോളണമെന്നില്ല, ആ സെല്ലിംഗ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ സെല്ലിംഗ് ലെഗ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു ബൈ ഇടാം. മനസ്സിലായോ? അപ്പൊ എന്തുണ്ടാവും, നമ്മൾ ഈ സെല്ലിംഗ് ലെഗിലുള്ള ചെറിയ പ്രോഫിറ്റും കിട്ടും, ഓപ്ഷൻ സ്പീഡിൽ ബൈ ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള വലിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് ഈ സ്ട്രാറ്റജികൾ മാർക്കറ്റിനെ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സെൽ ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ് എക്സ്ക്യൂസ് മീ. ഓ ഞാൻ മറ്റേ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് തുടങ്ങി. 10:30 ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോ ബസ്സിൽ ഇട്ടുണ്ടായ ഇല്ലേ, നമ്മള് 2-ആഴ്ചയിൽ വല്ലതും എത്തിയാ കറക്റ്റ് 11:40 എത്തും ഞാൻ. ഷുവർ ആ കുറച്ച് ഇന്ന് ക്ലാസ് ഇല്ല, നേരമേ. ഓക്കെ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. എന്താ ചോദിച്ചല്ലോ? നമ്മൾ എടുത്ത പൊസിഷൻ സെപ്പറേറ്റ് ആയിട്ട് സെൽ ചെയ്യാൻ പറ്റും, ഹെഡ്ജ് ചെയ്തത് വേറെ, അങ്ങനെ സെപ്പറേറ്റ് സെൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ സെൽ ചെയ്തു, അതിന്റെ താഴെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് രണ്ടും ഒറ്റ ട്രേഡ് ആയിട്ട് നമ്മൾ കാണാം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമ്പോൾ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അപ്പൊ ആ പുട്ട് ഓപ്ഷൻ സെൽ ചെയ്തതും ബൈ ചെയ്തതും ക്യാൻസൽ ചെയ്യണമെന്നില്ല, അതവിടെ കിടന്നോട്ടെ, കാരണം അത് ചെറിയ കളിയല്ലേ. അപ്പൊ അതിനുള്ള പ്രോഫിറ്റ് കൂടി കിട്ടും. പക്ഷെ ക്യാപിറ്റലിൽ ഒരു പ്രശ്നം വരും, വീണ്ടും എക്സ്ട്രാ ക്യാപിറ്റൽ വേണം, ഒരു 12,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ആ എക്സ്ട്രാ ഒരു ബൈ ചെയ്യാം. ഓക്കെ. സാറ് വൈഡ് കൂട്ടുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്താണ് 150 നിന്ന് 200 അങ്ങനെയൊക്കെ വൈഡ് അല്ല 100 കാണാം. ഇപ്പൊ ഇത് നമ്മള് 24-200 ATM നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ വൈഡൻ ചെയ്യാം, സ്പ്രെഡ് വൈഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള പുട്ട് ഓപ്ഷനെ കുറച്ചുകൂടി താഴത്തേക്ക് ഇറക്കാണ്, 100ലേക്ക് ഇറക്കാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് കൂടി ലോസും കൂടി. അതായത് ബേസിക്കലി അതിന്റെ ഇമ്പാക്ട് കൂടാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്നിട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യണമെന്ന് വിചാരിച്ചോ. പുട്ട് ഓപ്ഷൻ സെൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായിട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസ് വരും അല്ലെ. ആ ലോസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പുട്ട് ഓപ്ഷൻ ഇതിന്റെ താഴേന്ന് വാങ്ങണം. അപ്പൊ ഈ താഴേന്ന് വാങ്ങുന്ന പുട്ട് ഓപ്ഷന് അത് എത്ര താഴേന്നാണെങ്കിൽ നമ്മുടെ ലോസ് കൂടും, മനസ്സിലായോ? ലോസ് കൂടും. അപ്പൊ ഒരുപാട് താഴേന്ന് ഒരിക്കലും വാങ്ങാൻ നിൽക്കരുത്, അത് വലിയ ലോസ് വരുത്തും. എപ്പോഴും നമ്മൾ തൊട്ടടുത്ത സ്ട്രൈക്ക് അല്ലെങ്കിൽ അതിന്റെ പിന്നത്തെ സ്ട്രൈക്ക്, ഈ 2 സ്ട്രൈക്കുകളാണ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യാറ്. അപ്പൊ
അപ്പൊ തന്നെ നമ്മുടെ ക്യാപിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രോഫിറ്റും ലോസും ആണ് വരുന്നത്. ഇന്റൻസിറ്റി കൂടുതലാണ്. കാരണം നമ്മുടെ ക്യാപിറ്റൽ യൂസ്ഡ് ക്യാപിറ്റൽ 34,000 ഉള്ളൂ. അതുമ്പോൾ 10% മാക്സിമം ലോസ് അപ്പൊ തന്നെ വരുന്നത്. അപ്പൊ എപ്പോഴും ബിഗിനേഴ്സിന് നല്ലതെന്ന് ചെയ്ത് അടുപ്പിച്ചിട്ട് ചെയ്യാം. മനസ്സിലായോ? അതായത് 50 സ്ട്രൈക്കിന് 50 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് വളരെ കുറവ് പ്രോഫിറ്റും ലോസും ആണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ചില സമയത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ന്യൂ ട്രേഡ് അടിക്കുക, റീഫ്രഷ് അടിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് എടുത്തു നോക്കാം. ഇല്ലോജിക്കലായിട്ട് അവിടെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ എറർ പോലെയൊക്കെ വരാറുണ്ട്. നമുക്കിതിന് ഒരു പകരക്കാരനില്ല. അപ്പൊ ഇതിന് തന്നെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. അപ്പൊ ഇത് കുറച്ച് പ്രാവശ്യം നിങ്ങൾ എക്സസൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പൊ ഏകദേശം അറിയാം ഏകദേശം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര മാക്സിമം ലോസ് വരും, മാക്സിമം പ്രോഫിറ്റ് വരും. സ്ട്രൈക്ക് 50 പോയിന്റ് അകലിട്ടാൽ എത്ര വരും, 100 പോയിന്റ് അകലിട്ട് എത്ര വരും എന്നുള്ളതൊക്കെ അറിയാമെങ്കിൽ എപ്പോഴെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്കറിയാമോ ഇത്ര വരാറില്ലല്ലോ, നമ്മൾ സ്ട്രൈക്ക് ഇത്ര അടുപ്പിച്ചിട്ട് 3000 വരാറില്ലല്ലോ എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ പറ്റിയാലും നമ്മളത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് ട്രേഡ് എടുക്കാതിരിക്കാൻ നമ്മളത് മനസ്സിലാക്കി ചെയ്യാം. ഒരു 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നേരെ നിഫ്റ്റി പിന്നെ ഒരു മറ്റൊരു സ്റ്റോക്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു സ്റ്റോക്കിന്റെ എക്സാമ്പിൾ കാണാം. നമ്മൾ ഈ ഇത് കൂടുന്നത് വൈഡ് കൂടുന്നവരും പ്രീമിയം കൂടും, അതുകൊണ്ടാണോ പ്രോഫിറ്റ് കുറയുന്നത്? അല്ല, നമ്മളിപ്പോ വരച്ചല്ലോ, അതായത് വൈഡൻ ചെയ്യാൻ തോന്നും അത്ര താഴെ നിന്നാണ് നമ്മുടെ ഹെഡ്ജിങ് തുടങ്ങുന്നത്. അതായത് അത്ര വൈകിട്ടാണ് നമ്മളുടെ ഇൻഷുറൻസ് എടുക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ലോസ് കൂടും. സ്ട്രൈക്ക് അടുപ്പിച്ച് ഇടാണെങ്കിൽ പ്രൈസ് നമ്മൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചാടിക്കയറി ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ലോസ് കുറയും. സ്പ്രെഡ് വൈഡൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് നമുക്കെതിരെ സഞ്ചരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ലോസ് കുറച്ച് കൂടിയിട്ടുണ്ടാവും എന്നതുപോലെ തന്നെ. അപ്പോൾ ഓർത്ത് വെക്കുക, സ്പ്രെഡ് കൂടണമെങ്കിൽ ലോസും കൂടും, പ്രോഫിറ്റും കൂടും. സ്പ്രെഡ് കുറവാണെങ്കിൽ ഇമ്പാക്ട് എന്നാണ് പറയുന്നത്. സ്പ്രെഡ് കുറവാണെങ്കിൽ ഇമ്പാക്ട് കുറയും, സ്പ്രെഡ് കൂടുതലാണെങ്കിൽ ഇമ്പാക്ട് കൂടും. ഓക്കെ അല്ല, അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് കാണാം. സ്റ്റോക്കിൽ ഒരു എക്സാമ്പിൾ കാണാം. സ്റ്റോക്കിൽ ഇത് എങ്ങനെ ചെയ്യാം. അപ്പൊ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വളരെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, സ്റ്റോക്കിൽ ചെയ്യുമ്പോൾ ചെറിയ സ്റ്റോക്സുകളിലേക്ക് പോകരുത്. ഓപ്ഷൻസ് നമ്മൾ ചെറിയ സ്റ്റോക്സുകളിലേക്ക് പോകുമ്പോൾ ലിക്വിഡിറ്റി ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും നിഫ്റ്റി 50 ലിസ്റ്റിലാണ് നിൽക്കാൻ നോക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. നമുക്ക് എത്ര പെർസെന്റേജ് ഡിഫറൻസ് ഒക്കെ വരുന്ന അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1000 രൂപയുടെ അടുത്തുള്ള സ്റ്റോക്ക് എടുത്താൽ ബെറ്റർ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹിൻഡാൽക്കോ അല്ലെങ്കിൽ SBIനോ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണാം. അപ്പൊ SBI ഇപ്പൊ നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ബുള്ളിഷ് ആവാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്റെ എക്സാമ്പിൾ പറയുന്നതാണ്. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെന്ന് വിചാരിച്ചോ, ഇവിടെ നമ്മുടെ ടാർഗറ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണോ, ഇത് ബിഗർ ചാർട്ടാണ്, നമുക്കൊരു 1 അവറിന്റെ ചാർട്ട് എടുക്കാം. അപ്പൊ സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ ഷോർട്ടർ ടൈം സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെയാണ് ഇതുപോലെ സ്പ്രെഡുകൾ ബെറ്റർ ആവുക. അതായത് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും തീരുമാനമാവുന്ന ഒരു അവസ്ഥയിൽ. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെന്ന് വിചാരിച്ചോ, ഇവിടെ നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ഏകദേശം 1:2. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണു, 1050 ആണ് നമ്മുടെ ATM അല്ലെ ഇപ്പോഴത്തെ പ്രൈസ്. അവിടെ നമ്മളൊരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നു തൊട്ട് താഴെ. അപ്പൊ ഇത് ഓരോ 10ന്റെ ഗുണിതങ്ങളിലുമാണ്. 1040 നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു അല്ലെ. ഞാനിവിടെ പേര് കൊടുക്കുന്നില്ല, അപ്പോൾ രണ്ടും പുട്ടാണ്. അപ്പൊ നമുക്ക് നേരെ സെൻസിബിളിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ SBIനെ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, സെൻസിബിളിൽ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1051 രൂപയിലാണ് ഇപ്പോൾ SBI നിൽക്കുന്നത്. അപ്പൊ ATM എന്ന് പറയുന്നത് നമ്മൾ പുട്ട് ഓപ്ഷൻ ആദ്യം സെല് ചെയ്യുന്നു, തൊട്ട് മേലെ നിന്ന് ബൈ ചെയ്യുന്നു. മേലെ എന്ന് പറയുമ്പോൾ പ്രൈസ് താഴെ നിന്നാണ് കേട്ടോ. പ്രൈസ് താഴെ നമ്മൾ ഇതിൽ പറയാമോ എപ്പോഴും, പ്രൈസ് താഴെ നിന്ന് ബൈ ചെയ്യുന്നു, പുട്ട് താഴെ നിന്ന് ബൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കാണാം 3000 രൂപ പ്രോഫിറ്റ്, 4000 രൂപ ലോസ്. ഡൺ കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യാൻ എത്ര രൂപ വേണം? 41,000 രൂപ. മാർജിൻ എത്ര യൂസ് ആവും? 31,000 രൂപ. മനസ്സിലായോ? ഇനിയിപ്പോ ഇതിൽ മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എത്ര ലോസ് വരും എന്നുള്ളത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 1008 രൂപ. 1008 രൂപ എത്തിയാൽ 1008
ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൈമും കൂടി കൊടുക്കണം. ഇവിടെ കിടന്നാലും തെറ്റായിരിക്കും. നമുക്ക് ഏകദേശം ഒരു 2 ദിവസം 3 ദിവസം ഒന്ന് കൊടുത്തു നോക്കാം. അതായത് ഇന്നിപ്പോ ചൊവ്വാഴ്ച, നമുക്ക് വ്യാഴാഴ്ച കൊടുക്കാം. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തി, 1008 എത്തി. അപ്പൊ എത്ര രൂപ നമുക്ക് ലോസ് ആവും? 3600 രൂപ നമുക്ക് ഇതിന് ലോസ് ആവും. അപ്പൊ ഇനി നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തി എന്ന് വിചാരിച്ചു. ഏകദേശം നമുക്ക് 1136 രൂപയിലേക്ക് എത്തി. 1136 രൂപയിലേക്ക് എത്തി. അപ്പൊ നമുക്ക് ഏകദേശം 3000 രൂപയുടെ പ്രോഫിറ്റ് വരും അല്ലെ. അപ്പൊ ഇത് ഇത്ര ടൈം കൊണ്ട് എത്തിയാലേ. ഇനി നമുക്ക് കുറച്ച് വേഗം എത്തിയെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ച, ബുധനാഴ്ച, നാളെ 3:30. അപ്പോ 4% താന്നാൽ, അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്ലൈഡറിൽ നോക്കിയാലും മതി, 4% താന്നാൽ നമുക്ക് 3423 രൂപയാണ് കിട്ടുക. ഒരു 4% മേലേക്ക് കയറിയ 2625 രൂപയാണ് കിട്ടുക. അപ്പൊ ഇത് ഓരോ ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതും നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കുകളും തമ്മിലെല്ലാം ബന്ധമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് മാക്സിമം പ്രോഫിറ്റും മാക്സിമം ലോസും വരുന്നത്. ബേസിക്കലി ക്രെഡിറ്റ് സ്പ്രെഡ്സുകൾക്ക്, ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജികൾക്ക് പൊതുവെ മാക്സിമം ലോസ് കുറച്ച് കൂടുതലാണ് കാണിക്കുക. ചില സമയങ്ങളിൽ അത് ഈക്വൽ ആയിട്ട് കാണിക്കും. അതിന്റെ കാരണം നമ്മൾ സ്പോട്ടിൽ നിന്ന് എത്ര അകലെയാണ് ഈ സ്ട്രൈക്കുകൾ പ്ലേസ് ചെയ്തതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇതുപോലൊരു 2-3 എക്സാമ്പിൾസുകൾ നിങ്ങൾക്ക് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ സ്റ്റോക്സുകളിലോ എടുത്ത് ഇത് ബിൽഡ് ചെയ്ത്, സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ എങ്ങനെ നമ്മൾ ഒന്നും കാണാപ്പാടം പഠിക്കരുത്. ഇത്ര രൂപ കയറി കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റോക്കിൽ ഇത്ര രൂപ കയറില്ല, അങ്ങനെ പഠിക്കരുത്. ഈ കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഏകദേശം എത്ര ലോസ് വന്നേക്കാം, എത്ര പ്രോഫിറ്റ് വന്നേക്കാം എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ട് ട്രേഡ് ചെയ്യാം. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ട്രാറ്റജികളുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ബുൾ പുട്ട് സ്പ്രെഡ് ആണ്, അതിന് വരെ ബുൾ കോൾ സ്പ്രെഡ് ഉണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ സ്ട്രാറ്റജികൾ കാണാം. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയ മൂവ്മെന്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് പകരം ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് കൺസിഡർ ചെയ്യാം, സെല്ലിംഗ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ കാര്യം ഒന്നുകൂടി പറഞ്ഞല്ലോ. ആ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപയ്ക്കാണ് നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യണമെന്ന് വിചാരിച്ചു ഒരു സ്റ്റോക്ക്. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് ഏകദേശം ഒരു 1010 രൂപയായിരിക്കും. അതായത് എക്സ്പയറിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആ ദിവസത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ 10 രൂപയെങ്കിലും മിനിമം മുകളിലേക്ക് പോയാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ എത്ര രൂപ ആദ്യം കെട്ടിവെക്കണം എന്നുള്ളതിനനുസരിച്ചാണ്. ഉദാഹരണത്തിന് 10,000 രൂപയാണ് ഓപ്ഷന്റെ വില എന്ന് വിചാരിച്ചു, 1000 ആണ് ലോട്ട് സൈസ് എന്ന് വിചാരിച്ചു. അതായത് 1000 ഡിവൈഡഡ് 10,000 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ്? 10. അപ്പൊ ആ 10 രൂപ നമ്മൾ ഓൾറെഡി സെല്ലർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് 10 രൂപ മുകളിലേക്ക് മാർക്കറ്റ് കയറിയാലേ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി 10,000 അവിടെ ലാഭം കിട്ടുമെങ്കിലും 10,000 ഓൾറെഡി ആദ്യം കൊടുത്തു കഴിഞ്ഞു. അതായത് അത് ക്യാൻസലായി. അതായത് പ്രത്യേകിച്ച് നമുക്ക് ലാഭവും നഷ്ടമൊന്നുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്ത പോലെയുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10,000 രൂപ കൊടുത്ത് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി, ആ 1000 രൂപയുടെ സ്റ്റോക്ക് ഒരു 1020ലേക്ക് പോയാലോ? നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 1010 ആണ്. അത് കഴിഞ്ഞ് 10 രൂപ കയറി കഴിഞ്ഞാൽ ലോട്ട് സൈസ് 1000 ആണെങ്കിൽ 10,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ ആ കൂടി മുടക്കിയേക്കുന്നത് 10,000 ആണ്. ഇനി 1030ലേക്ക് കയറിയാലോ 20,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് നമ്മളുടെ ക്യാപിറ്റലിന്റെ ഡബിൾ, ഇരട്ടി അല്ലെ. അപ്പോ അതുപോലെ തന്നെ ആയിരിക്കും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താലുള്ള എഫക്റ്റ്. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താൽ എന്താ ഉണ്ടാവുക? ആ ബ്രേക്ക് ഈവൻ പോയിന്റ് വരെ അവർ സുരക്ഷിതരാണ്. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്കാർക്ക് ലാഭം തന്നെയാണ്, ചെറിയ ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ആ ബ്രേക്ക് ഈവൻ പോയിന്റ് വിട്ടിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് ലോസ് വരുള്ളൂ. അപ്പൊ വെറുതെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ ബയർക്ക് 2-3 ഇരട്ടിയൊക്കെ കിട്ടുന്നത് ഓപ്ഷൻ സെല്ലർ കൊടുക്കേണ്ടി വരും. പക്ഷെ സാധാരണ നിലയ്ക്ക് മാർക്കറ്റ് അവിടേക്ക് എത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും കോൾ ഓപ്ഷൻ സെല്ലർ വിജയിക്കാനാണ് കൂടുതൽ സാധ്യത മാത്തമാറ്റിക്കലി. പക്ഷെ അതെല്ലാം പ്രൈസ് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഉള്ള സമയത്ത് നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും പ്രൈസ് കൂടുതൽ മൂവ് ചെയ്യാറുണ്ട്. അപ്പോ അവിടെ സെല്ല് ചെയ്യുന്ന ആള് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഡയറക്ഷൻ
പ്രെഡിക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ സെൻസ് അനുസരിച്ച് തന്നെയാണ് പ്രോഫിറ്റും ലോസ് ഒക്കെ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും പോയിട്ട് സെൻസിബിൾ എടുത്തിട്ട് ഇപ്പൊ ഇന്ന് പഠിച്ച സ്ട്രാറ്റജി മാത്രം അതൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു 1000 രൂപയുടെ അടുത്തുള്ള 1-2 സ്റ്റോക്കുകൾ എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്യാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ വരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാം. അല്ലെ, ഇപ്പൊ നിഫ്റ്റി ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്യാം? നമുക്ക് നിഫ്റ്റി ഇപ്പൊ വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ നിൽക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഓൾറെഡി തറമായി എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ ഈ ഒരു സ്പോട്ടിലൊക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റിയ സമയമാണ് അല്ലെ. നല്ല ഇപ്പൊ ഒരു സപ്പോർട്ട്, 2 സപ്പോർട്ട്, 3 സപ്പോർട്ട്, ഇവിടെ ഓൾമോസ്റ്റ് റെസിസ്റ്റൻസ് സോൺ ആണ്. ഈ ഒരു സ്പോട്ടിൽ എന്ത് ചെയ്യാം? ഇപ്പോ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നമ്മൾ പുട്ട് സെല് ചെയ്യാം. അതുപോലെ തന്നെ താഴേന്ന് പുട്ട് തന്നെ ഒരു സ്ട്രൈക്ക് താഴേന്ന് പുട്ട് ബൈ ചെയ്യാം അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ സ്ട്രാറ്റജി മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ട്രേഡ് എടുക്കാം. അപ്പൊ നമ്മളിവിടെ നിന്ന് റെഡിയാക്കി ഇട്ടതിന് ശേഷം ഇവിടെ തന്നെ നമുക്ക് എടുക്കാം അല്ലെ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതാ ഇപ്പോ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നു, അതിന്റെ മേലെ നിന്ന് ബൈ ചെയ്യുന്നു, ഡൺ കൊടുക്കുന്നു. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ക്യാപിറ്റൽ കാണിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് അക്കൗണ്ടിൽ ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ഫ്രണ്ട് പേജ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുക. അപ്പൊ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2 ട്രേഡും സെപ്പറേറ്റ് ചെയ്യണം, ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ട്രേഡ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. പ്രീമിയം എടുക്കണ്ടേ? ഏതിലാണ്? ഫ്രണ്ട് പേജ് ആപ്പില്. സെൻസിബിളിലാ? അല്ല, ഫ്രണ്ട് പേജ് ആപ്പില് പ്രീമിയം എടുക്കണ്ടേ? വേണ്ട, ഫ്രണ്ട് പേജിൽ പ്രീമിയം എടുത്താൽ അതിൽ എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇല്ല, 1 മാസം കഴിഞ്ഞാൽ പ്രീമിയം ചോദിക്കണുണ്ട്. എന്നോട് ചോദിച്ചു. 1 മാസം കഴിഞ്ഞാലാ? 1 മാസം ഇപ്പൊ എന്നോട് പ്രീമിയം ചോദിക്കുന്നുണ്ട്. അതിറക്കി പരസ്യം കയറി വരും, അതല്ലാതെ അത് എടുക്കേണ്ട കാര്യമില്ല. പരസ്യമല്ല, അല്ലാണ്ട് എനിക്കിപ്പോ എടുക്കാൻ പറ്റണില്ല ഞങ്ങൾക്ക്. ആണോ? വേറെ ആർക്കെങ്കിലും അങ്ങനെ പറ്റാതിരിക്കുന്നുണ്ടോ? ഫ്രണ്ട് പേജ് യൂസ് ചെയ്യുന്ന വല്ലവരുണ്ടോ? അത് 1 മന്ത് ഇത്ര ട്രേഡ് എന്നുണ്ട്, അതിനനുസരിച്ചാണ് ഒരു മന്തില് ഇത്ര ട്രേഡ് നമുക്ക് എടുക്കാന്നുള്ള ഒരു പ്ലാനിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഡെയിലി ഇത്ര ട്രേഡ് എന്നല്ലേ ഉള്ളൂ? മന്ത്ലി ഉണ്ടോ? മന്ത്ലി ഉണ്ട്. ലാസ്റ്റ് ആവുമ്പോ എനിക്കും ട്രേഡ് കിട്ടാതിരിക്കലുണ്ട്. ഓക്കെ. പിന്നെന്തോ മറ്റേ പ്രീമിയം പ്ലാൻ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്യാപിറ്റൽ നമുക്ക് ഇഷ്ടമുള്ള അടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിങ്ങനെ ഓരോ പൈസ കൂട്ടി വരുന്നുണ്ട്. ആദ്യം 90 ഫ്രീ ആയിരുന്നു ആബ്സല്യൂട്ട്ലി, പിന്നെ 99 ആക്കി. ഇപ്പൊ എനിക്ക് തോന്നുന്നു 199 ആണോ അല്ലെ പ്രീമിയം. അങ്ങനെ ഒരു ഗൂഗിൾ ID വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രണ്ട് പേജ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അതല്ലെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേറൊരു ID വീണ്ടും ഒരു ഫ്രണ്ട് പേജ് എടുത്തിട്ടാ ഈ ട്രേഡിങ്ങിന്റെ ആ ഒരു ലിമിറ്റേഷൻ മാറി. അക്കൗണ്ട് ഉണ്ടെങ്കിൽ സെൻസിബിളി തന്നെ ചെയ്യാറുണ്ട് സാർ. സെറദിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ട്രേഡ് ചെയ്യാം. അതാണ് ഏറ്റവും ഈസി. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പൊ സെറദിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ട്രേഡ് ഓൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ ഈ ബൈയും സെല്ലും ഒരുമിച്ച് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒന്നുകൂടി മാറ്റങ്ങൾ വരുത്താം. അതല്ലെങ്കിൽ പ്ലേസ് ഓൾ അറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ 2 ട്രേഡും കൂടി ഒരുമിച്ച് എടുത്തോളൂ. മനസ്സിലായോ? തന്നെയല്ല, നമുക്ക് വേറെ സെറോദയല്ല വേറെ ബ്രോക്കേഴ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റോക്കോ അപ് സ്റ്റോക്കോ ഒക്കെ ആണെങ്കിൽ അതിനുള്ളിൽ ബാസ്ക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ടൈപ്പ് ഉണ്ട്. അതിനുള്ളിൽ ഈ 2 ട്രേഡുകൾ ഒരുമിച്ചിട്ടിട്ട് ഒറ്റയടിക്ക് തന്നെ ട്രേഡ് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഓപ്ഷൻ ഹെഡ്ജിങ് ചെയ്യുമ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ട് എടുക്കാതിരിക്കുക. 2 ഒരുമിച്ച് തന്നെ ബൈ ചെയ്യുക, 2 ഒരുമിച്ച് തന്നെ സെല് ചെയ്യുക. ഒന്നാമത്തേല് നമ്മൾ ബൈ ചെയ്യുന്നോണ്ടാണ് ക്യാപിറ്റൽ കുറയുന്നത്. അപ്പൊ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ക്യാപിറ്റലിന് ചെയ്യാൻ പറ്റില്ല. 1.25 ലക്ഷം 2 ലക്ഷം ഒക്കെ ചോദിക്കും. അപ്പൊ ബൈയും സെല്ലും ഒരുമിച്ച് ചെയ്താലാണ് ആ മാർജിൻ കിട്ടുള്ളൂ. ആദ്യം ബൈ ചെയ്താൽ നമുക്ക് ആ മാർജിൻ കിട്ടും. ആദ്യം ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്താൽ മാർജിൻ കിട്ടും. പക്ഷെ ആദ്യം ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യാതെ ലേറ്റ് ആവുന്നത് നമുക്ക് ചിലപ്പോൾ ലോസ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് ഒരുമിച്ച് ചെയ്യുന്നതാണ് ബെസ്റ്റ്. ICICI ഡയറക്റ്റും ഇത് സെൻസിബിളില് ഇതാക്കാൻ പറ്റുമല്ലോ അല്ലെ? ഇന്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെക്കാം. നമുക്ക് വ്യാഴാഴ്ച കാണാം അടുത്ത ക്ലാസ്. താങ്ക് യു. Thank you so much. Thank you, sir.